നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിക്ക് പരോൾ. 30 ദിവസത്തെ പരോൾ ലഭിച്ച സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം. 5 വർഷത്തിനു ശേഷമാണ് സുനിക്ക് പരോൾ അനുവദിക്കുന്നത്. സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ആത്മഹത്യയല്ലെന്ന് നിഗമനം. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിലത്ത് വീണ് കിടന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. തലക്കടിയേറ്റുകൊണ്ടുള്ള രക്തസ്രാവമാണോ എന്നും സംശയമുണ്ട്. CPI നേതാവ് M. വിജയൻ അന്തരിച്ചു. CPI തൃശൂർ മണ്ഡലം മുൻ സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ അംഗവുമാണ് അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ ചെയർമാൻ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. രാജു എബ്രഹാമിനെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അടക്കം 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. പകരം 6 പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമ തോമസിന് തലക്കേറ്റ് പരിക്ക് ഗുരുതരമല്ല, വെന്റിലേറ്ററിൽ തുടരും. അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഉമ തോമസിന്റെ തലയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ ഡയറക്ടർ K. കൃഷ്ണനുണ്ണി വ്യക്തമാക്കി. തലച്ചോറിനുണ്ടായ ക്ഷതത്തിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല. ആന്തരിക രക്തസ്രാവം കൂടിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. വിചാരണ ജനുവരി 15ലേക്ക് മാറ്റി. 5ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. 19 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വിചാരണ ഡിസംബർ 12ലേക്കായിരുന്നു മാറ്റിയത്. എന്നാൽ സിറ്റിംഗിലെ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 30ലേക്ക് മാറ്റുന്നത്. കഞ്ചാവ് കേസ് പ്രതിയായ UP പ്രതിഭ MLA മകനെ 9ാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസ് അടിസ്ഥാനരഹിതമാണെന്നാണ് MLA വാദം. MLAക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണനും രംഗത്തെത്തി. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് തുറന്ന കത്തുമായി വിജയ്. ഒരു സഹോദരനെ പോലെ എന്നും കൂടെയുണ്ടാവും. ക്യാമ്പസിൽ വിദ്യാർത്ഥിനി പീഡിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് സ്വന്തം കൈപ്പിടയിൽ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കായി തുറന്ന കത്തുമായി വിജയ് എത്തിയത്. കേരളം മിനി പാകിസ്ഥാനാണ്. രാഹുലും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്തത് തീവ്രവാദികളാണെന്നും BJP മന്ത്രി നിതീഷ് റാണെ ആരോപിച്ചു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചാബ് ബന്ദിൽ ജനജീവിതം സ്തംഭിച്ചു. വന്ദേ ഭാരത് അടക്കം 163 ട്രെയിനുകൾ റദ്ദാക്കി. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. കർഷകരുമായി പഞ്ചാബ് സർക്കാർ നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെട്ടു.